പാലക്കാട്ടും ചില പരിശോധനകൾ അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കുന്നത്. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ പോലീസിന് CCTV ദൃശ്യങ്ങൾ ലഭിച്ചില്ല എന്നാണ് പുതിയൊരു വിവരം. യുവതി ഫ്ളാറ്റിലെത്തിയ ദിവസത്തെ CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടിയാണ് അന്വേഷണ സംഘം പരിശോധന നടത്തിയത് എന്നൊരു വിവരമുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV പോലീസ് പരിശോധിക്കും. VS ഗോകുലുണ്ട്. ഗോകുൽ, യുവതി പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിയോ? അങ്ങനെ വിവരം സ്ഥിരീകരിക്കുന്നുണ്ടോ അന്വേഷണ ഉദ്യോഗസ്ഥർ? ദൃശ്യവുമായി ബന്ധപ്പെട്ട് CCTVയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്താണ്? അതായത് നിലവിൽ ഇപ്പോഴും ഈ ഫ്ളാറ്റിനുള്ളിൽ പരിശോധന പുരോഗമിക്കുകയാണ്. ഒരു സംഘം ഉദ്യോഗസ്ഥർ ഈ സെക്യൂരിറ്റി റൂമിലെത്തി ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിലേക്ക് യുവതി എത്തിയ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനായിട്ടില്ല. പാലക്കാട്ടെ ഫ്ളാറ്റിൽ യുവതി എത്തിയെന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടോ? അങ്ങനെ വിവരമുണ്ടോ? നിലവിൽ അത് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ പരാതിക്കാരുടെ മൊഴിയിൽ ഇതനുസരിച്ചുള്ള വിവരങ്ങളുണ്ട്. ഈ ഫ്ളാറ്റിൽ എത്തിയടക്കം തന്നെ പീഡിപ്പിച്ചു എന്നടക്കമുള്ള യുവതി നൽകിയ പരാതിയിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനായി ഇവിടേക്ക് എത്തിയത്. പക്ഷേ ആ കാലയളവിലുള്ള യുവതി പരാതിയിൽ പറയുന്ന കാലയളവിലുള്ള ദൃശ്യങ്ങൾ ഇവിടെ ലഭ്യമല്ല. അത്രയും കാലത്തെ പഴക്കം ഇവിടുത്തെ ബാക്കപ്പുകൾ ഇവിടുത്തെ DVRൽ സൂക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് ബാക്കപ്പ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ ലഭ്യമാക്കാനുള്ള ഒരു സംവിധാനമോ നിലവിൽ പോലീസിനില്ല. പക്ഷേ ഒരുപക്ഷെ ആ ഹാർഡ് ഡിസ്കുകൾ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം കൂടുതൽ ഫോറൻസിക് പരിശോധനയ്ക്കോ മറ്റോ വിധേയമാക്കി ഈ ബാക്കപ്പ് ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ സമീപത്തെ CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും ഈ ഫ്ളാറ്റിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളായി നീളുന്ന പരിശോധനയാണ് SIT സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പല സംഘങ്ങളായി വന്നുകൊണ്ടാണ് അന്വേഷണ സംഘം ഈ പരിശോധന ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ ലോക്കൽ പോലീസിന്റെ ഒരു സപ്പോർട്ട് കൂടി ഈ അന്വേഷണ സംഘത്തിനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ 2 കാറുകളും ഈ ഫ്ളാറ്റിനുള്ളിലുണ്ട്. ഒന്ന് അദ്ദേഹം സാധാരണ ഉപയോഗിക്കാറുള്ള കിയ സെൽറ്റോസ് എന്ന് പറയുന്ന കാറും പിന്നെ ഒന്ന് ഇന്നോവ എന്ന് പറയുന്ന കാറും. ഈ 2 കാറുകളും ഈ ഫ്ളാറ്റിനുള്ളിലുണ്ട്. രാഹുൽ എവിടെയാണെന്നുള്ള ചോദ്യത്തിനാണ് ഇപ്പോഴും ഒരു ഉത്തരമില്ലാതെ നിലനിൽക്കുന്ന. രാഹുൽ കോയമ്പത്തൂരുണ്ട് എന്നുള്ള സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായുള്ള പരിശോധനകൾ നടക്കുകയാണ്. സ്വാഭാവികമാണല്ലോ, ഇപ്പോൾ ഒരു കേസിൽ പ്രതികർക്കപ്പെട്ടാൽ, ഇത്തരം കേസുകൾ പ്രതികർക്കപ്പെട്ടാൽ ഒളിയിൽ പോവും. ജാമ്യഹർജി, മുൻകൂർ ഹർജി തള്ളപ്പെടുക, അല്ലെങ്കിൽ ആ ജാമ്യഹർജിയിൽ കോടതിയുടെ ഭാഗത്ത് തീരുമാനമുണ്ടാവുക. അപ്പോഴാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട പ്രതികളൊക്കെ നിയമത്തിന് മുന്നിലേക്ക് വരിക. ഇപ്പോൾ രാഹുൽ ഒടുവിലാണ്. രാഹുലിനെ കണ്ടെത്താൻ വളരെ ക്രിയാത്മകമായി ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ? രാഹുലിനെ ഒളിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇടപെടുന്നുണ്ടോ? പാലക്കാട്ടെ ഒരു അന്തരീക്ഷം എന്താണ്? മാത്രമല്ല പെൺകുട്ടിയുടെ ഭർത്താവ് പാലക്കാട് മേഖലയുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടിയാണല്ലോ. തീർച്ചയായും. അതായത് രാഹുലിനെ തള്ളാതെയുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത്. രാവിലെ DCC പ്രസിഡന്റ് തങ്കപ്പനടക്കം പറഞ്ഞത് താൻ ഇത്തരത്തിൽ രാഹുലിനെ തള്ളുന്നുമില്ല കൊള്ളുന്നുമില്ല എന്നുള്ളതാണ്. അതനുസരിച്ചുള്ള ഒരു പ്രതികരണം എല്ലാ നേതാക്കളുടെ ഭാഗത്തു നിന്നും രാഹുലിനെ തള്ളുന്ന ഒരു പ്രതികരണം രാഹുലിനെതിരെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായും രാഹുലിനെ ഒരു പിന്തുണ അല്ലെങ്കിൽ രാഹുലിനെ ഏതെങ്കിലും തരത്തിലൊരു തള്ളുന്ന ഒരു സമീപനം ഒരിക്കലും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇനി എന്താണ് രാഹുലിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ, അതായത് പാലക്കാട് വരുമ്പോൾ എന്താണ് കോൺഗ്രസ് നേതാക്കൾ ഇനി എന്ത് സമീപനം സ്വീകരിക്കുമെന്നൊക്കെ നമ്മൾ ആദ്യം ഘട്ടത്തിൽ ചോദിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് രാഹുലിനെ തള്ളുന്ന ഒരു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അതേസമയം തന്നെ പാലക്കാട് ഇപ്പോൾ ഈ പ്രത്യേക സംഘമെത്തി പ്രധാനമായും പരിശോധന നടത്തുന്ന അല്ലെങ്കിൽ തെളിവ് ശേഖരണം നടത്തുന്നത് ഈ ഫ്ളാറ്റിലാണ്. അതോടൊപ്പം തന്നെ രാഹുലിന്റെ PA അടക്കമുള്ളവർ ഈ ഫ്ളാറ്റിനകത്തുണ്ടായിരുന്നു. അവരുടെയൊക്കെ തന്നെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.